കാറ്റത്തെ കിളിക്കൂടിലെ വീക്ക്ലി പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ നമ്മളെ നിധിയാണെങ്കിൽ ബസ്സിൽ കയറി ജോലിക്കൊക്കെ പോകുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ നമ്മളെ നിധിക്കൊരു വണ്ടിയൊക്കെ മേടിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ പ്ലാനിങ് ഒക്കെ ചെയ്ത് നമ്മളെ സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് നമ്മൾ ഇടയ്ക്ക് നമ്മൾ സുധീഷാണെങ്കിൽ ജയിലിലൊക്കെ പോവേണ്ടി വരുന്നൊരവസ്ഥ വന്നൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ പോയി വന്നപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നിധിക്ക് വേണ്ടി വണ്ടി മേടിക്കാനൊക്കെ നമ്മൾ സുധീഷ് പൈസയൊക്കെ കൂട്ടി വെച്ചത് എന്നൊക്കെ എടുത്താൽ അവർ കേസും കാര്യങ്ങളൊക്കെ ളൊക്കെ നടത്തിയത്. ആ സമയത്ത് നമ്മൾ സുധീഷിനാണെങ്കിൽ നമ്മൾ നിധിക്ക് വണ്ടി പുതിയത് മേടിക്കാനൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്നൊരു ദിവസം നമ്മൾ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലാണെങ്കിൽ ഒരു വണ്ടി കണക്ക് വിൽക്കാൻ വേണ്ടി ഒരാൾ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അയാൾ വന്നിട്ട് നമ്മൾ ഹരീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ വണ്ടിക്ക് ഒരു 50,000 രൂപ കിട്ടിയാൽ കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് പുതിയൊരു വണ്ടി എടുത്തിട്ട് ഒരു വർഷം ആയതേ ഉള്ളെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ വേറൊരു വണ്ടി എടുത്തത് കൊണ്ടാണ് ഇത് കൊടുക്കുന്നതെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ഹരീഷിൻ്റെ അടുത്ത്. അല്ലാതെ അതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സുധീഷാണെങ്കിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട്, എടാ അയാൾക്ക് പറയടാ വണ്ടി ഒന്ന് തരാൻ പറയടാ, നമുക്ക് 40,000 രൂപ കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ഏട്ടാ 40,000 രൂപയ്ക്കൊന്നും കിട്ടത്തില്ല, അയാളത് 50,000 രൂപയ്ക്ക് തന്നെ കുറവെന്നാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, നീ പറയടാ നമുക്ക് റെഡി കാശൊക്കെ കൊടുക്കാം, അങ്ങനെ നീ ഒന്ന് സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഹരീഷിൻ്റെ അടുത്ത്. അങ്ങനെ നമ്മൾ ഹരീഷും സുധീഷും കൂടെ ആണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വണ്ടിയുടെ ഓണറെ കാണാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ചേട്ടാ ഈ വണ്ടി 40,000 രൂപയ്ക്ക് തരുമോ, ഞങ്ങൾ റെഡി കാശ് തരാം, ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം, അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ വൈഫിനൊരു സർപ്രൈസ് കൊടുക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുധീഷാണെങ്കിൽ പിന്നെ സംസാരിച്ച ആൾക്കാരെ വീഴ്ത്തുമല്ലോ. അങ്ങനെ സംസാരിച്ച് നമ്മളെ സുധീഷ് എങ്ങനെയെങ്കിലും 40,000 രൂപയ്ക്ക് ആ വണ്ടിയൊക്കെ മേടിക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം രാത്രി നമ്മൾ സുധീഷാണെങ്കിൽ ഒരു സ്വപ്നമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മളെ നിധിയാണെങ്കിൽ സ്കൂട്ടി ഓടിച്ച് വരുന്നതൊക്കെ ആയിട്ട് ഒരു സ്വപ്നമൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നിധി ഇങ്ങനെ സ്കൂട്ടി ഓടിച്ചൊക്കെ വരുന്ന സമയത്ത് ഒരു കാറ്റ് വരുന്ന അങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ വന്ന് നിധിയുടെ പുറത്തൂടെ വീഴുന്നതൊക്കെ ആയിട്ടൊക്കെ ഒരു സിനിമ സ്റ്റൈൽ രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മളെ നിധി വരുന്നതൊക്കെ ആയിട്ടൊക്കെ നമ്മളെ സുധീഷാണെങ്കിൽ സ്വപ്നമൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ ആ സ്വപ്നമൊക്കെ കാണുമ്പോൾ ഞെട്ടി എഴുന്നേക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത്, ഓ എന്ത് സൂപ്പറായിരിക്കും, നിധി നാളെ ഇങ്ങനെ വണ്ടി ഓടിച്ചോട്ടൊക്കെ വരുമ്പോൾ കാണാൻ നല്ല സൂപ്പറായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ രാവിലെ ആകുമ്പോൾ എണീറ്റിട്ട് നമ്മൾ ഹരീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഹരീഷ് ആ വണ്ടി കൊണ്ടുവരുവോടാന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കൊണ്ടുവരും ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഹരീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളെ കുറച്ച് ആ വണ്ടിയൊക്കെ വരുമ്പോൾ കുറച്ച് ഇവിടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്യണം. നമ്മൾ ഇപ്പം ഷോറൂമിലൊക്കെ ഇങ്ങനെ കാറൊക്കെ എടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തുണിയൊക്കെ വിരിച്ചൊക്കെ ഇടത്തില്ലേ, അതുപോലെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ വാവും എന്നൊക്കെ പറയത്തില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കണക്കൊക്കെ നിധിക്കൊരു സർപ്രൈസൊക്കെ നമുക്ക് കൊടുക്കണമെന്നൊക്കെ പറയുമ്പം നമ്മൾ നികേഷൊക്കെ പറയുന്നുണ്ട്, ഏട്ടാ അതൊക്കെ ഞങ്ങൾ ഏറ്റെന്നൊക്കെ നമ്മൾ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നികേഷും അതുപോലെ ഹരീഷും കൂടെ വണ്ടി എടുക്കാനൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിലും പുറത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സുധീഷാണെങ്കിൽ അകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹരീഷാണെങ്കിൽ വണ്ടി കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ സുധീഷിനെ വിളിച്ചിട്ട് സുധീഷ് ചേട്ടാ വണ്ടി വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ അവിടെ ഒരു സർപ്രൈസൊക്കെ കൊടുക്കാൻ എല്ലാം സെറ്റ് ചെയ്തോ, ഞാനാണെങ്കിൽ നിധിയുടെ കണ്ണടച്ചൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ പോയി നിധിയെടുത്ത് പറയുന്നുണ്ട്, താനൊന്ന് പുറത്ത് വരുമോ, തനിക്കൊരു സർപ്രൈസ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ഒന്ന് താൻ പുറത്ത് വരാനൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സുധീഷാണെങ്കിൽ നിധിയെടുത്ത് പറയുന്നുണ്ട്, താൻ ഒന്ന് കണ്ണ് മൂടിയിട്ട് പുറത്തോട്ട് വരാൻ പറയുമ്പോൾ നമ്മൾ നിധി പറയുന്നുണ്ട്, ഇതേ സുധീഷ് എനിക്ക് കണ്ണ് മൂടിയിട്ടൊന്നും വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുധീഷ് പറയുന്നത്, പ്ലീസ് ഡോ ഒന്ന് താൻ കണ്ണ് മൂടിയിട്ട് വാടോ, ഞങ്ങളെല്ലാവരും കൂടെ സ്നേഹമായിട്ട് തനിക്കൊരു സർപ്രൈസ് തരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടല്ലേ പറയുന്നത്, താൻ ഒന്ന് കണ്ണ് മൂടിയിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നിധി സമ്മതിച്ചിട്ടാണെങ്കിൽ നമ്മളെ നിധി കണ്ണൊക്കെ മൂടിയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ നമ്മളെ നിധിയെ സേഫായിട്ടൊക്കെ കൊണ്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റെപ്പ് ആകുമ്പോൾ നമ്മൾ സുധീഷ് പറയും, നിധി സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ വീഴാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ സുധീഷിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സുധീഷിൻ്റെ മനസ്സിൽ ലഡു പൊട്ടിയെന്ന് പറഞ്ഞിരുന്ന കണക്ക് നമ്മൾ സുധീഷ് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ സുധീഷ് നേരെ ബൈക്ക് നോക്കുന്ന സമയത്താണെങ്കിലും സുധീഷ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷോറൂമിലൊക്കെ ഒരു സിൽക്കിൻ്റെ തുണിയൊക്കെ ഇട്ട് അവർ വണ്ടിയൊക്കെ ഇങ്ങനെ മൂടിയിട്ട് ഇങ്ങനെ നമ്മൾ പിടിച്ച് പൊക്കെയൊക്കെ ചെയ്തില്ലേ, അപ്പോൾ ആ ഒരു സെറ്റപ്പൊക്കെയാണ് നമ്മുടെ സുധീഷ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇവരാണെങ്കിൽ ആ വണ്ടിക്ക് ഡെക്കറേഷൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെ ഭാസ്കരൻ്റെ കീറിയൊരു മുണ്ടെടുത്തിട്ട് അതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്തുപാടെ ഇത്
ഞാൻ എങ്ങനെ പറഞ്ഞത്, നിങ്ങളെന്താ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എണീറ്റ് എടുത്ത് മാറ്റിടെ ആ മുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നികേഷ് ആണെങ്കിൽ ആ മുണ്ടെടുത്ത് മാറ്റുന്ന സമയത്ത് ഒന്നുകൂടെ മുണ്ട് കീറി പോകുന്നുണ്ട് കേട്ടോ. ഒന്നാദ്യം അതൊരു കീറിയ മുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നുകൂടെ കീറിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നിധി കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു സ്കൂട്ടർ. അപ്പം നിധി പറയുന്നുണ്ട് ഹായ് സ്കൂട്ടർ എന്നും പറഞ്ഞ് നമ്മൾ നിധി അടുത്തോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നിധി ചോദിക്കുന്നത് ഇത് എന്താ സ്കൂട്ടർ, ഇത് ആരാ ഇത് വാങ്ങിച്ചതെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സുധീഷ് പറയുന്നുണ്ട് അത് താന് ബസ്സിനകത്ത് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പോകുന്നതല്ലേ, അപ്പം അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ തനിക്കൊരു സർപ്രൈസ് തരാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ എടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ തനിക്ക് തരാൻ വേണ്ടി. അപ്പം നമ്മൾ സുധീഷ് പറയുന്നുണ്ട് താൻ എന്തായാലും പൈസ കൂട്ടി കൂട്ടി വെച്ചിട്ട് എന്തായാലും സ്കൂട്ടി എടുക്കാനൊക്കെ താൻ വിചാരിച്ചുകൊണ്ടിരുന്നില്ലേ, എന്നാൽ പിന്നെ ആ സ്കൂട്ടി ഞങ്ങളങ്ങ് തരാമെന്ന് ഞങ്ങൾ വിചാരിച്ചതെന്നൊക്കെ നമ്മളെ സുധീഷ് പറയുന്നുണ്ട്. സുധീഷാണെങ്കിൽ നിധി എടുത്ത് ചോദിക്കുന്നുണ്ട് വണ്ടി ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ നിധി പറയുന്നുണ്ട് എനിക്ക് വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാന്നൊക്കെ നമ്മളെ നിധി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ സുധീഷ് പറയുന്നുണ്ട് എന്നാൽ താനാണെങ്കിൽ വണ്ടിയിൽ കയറിയിരുന്ന് വണ്ടി ഒന്ന് ഉദ്ഘാടനം ചെയ്തോ, തന്നെ ഒന്ന് ഓട്ടിച്ച് നോക്ക്, തനിക്ക് കംഫർട്ടാണെന്നൊക്കെ അറിയണ്ടേ, താനൊന്ന് ഓട്ടിച്ച് നോക്കാനൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ നിധിയാണെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, തനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പം നമ്മളെ നിധി പറയുന്നുണ്ട് വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ പിന്നെ നമ്മളെ സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നത് പിന്നെ എന്താ പറ്റി മോളെ, പിന്നെ എന്താ നീ വണ്ടി ഓട്ടിക്കാത്തെന്ന് പറയുമ്പം അതേ സുഭാഷ് ചേട്ടാ എനിക്കാണെങ്കിൽ വണ്ടി ഓട്ടിക്കാൻ അറിയത്തില്ലെന്ന് പറയും കേട്ടോ. ഇത് പറയുന്ന ഉടനെ നമ്മളെ ഹരീഷും നികേഷും എല്ലാം കിടന്നാണെങ്കിൽ അങ്ങ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട് എന്തോടോ തനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്ത താനാണോ ഭയങ്കര സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്, വണ്ടി എടുക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ താൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് അതല്ല ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ച് ലൈസൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം വണ്ടി ഓട്ടിക്കുന്ന കാര്യം പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല മോളെ, എന്തായാലും സുധീഷാണെങ്കിൽ പഠിപ്പിച്ച് തരും, ഞങ്ങളെല്ലാം ഡ്രൈവിങ്ങും എല്ലാം വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചതൊക്കെ സുധീഷാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നിധി എടുത്തിടിച്ച് പറയുന്നുണ്ട് എനിക്ക് വേണ്ട, എനിക്ക് സുധീഷ് എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കേണ്ട, എന്നെ ആണെങ്കിൽ നികേഷ് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ഭാസ്കരൻ വരെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിധി പറയുന്നുണ്ട് നികേഷ് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാമല്ലോ, നീ എന്നെ പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധിയും നികേഷും ആണെങ്കിൽ അവിടെ ഒരു അടുത്തുള്ള ഗ്രൗണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നികേഷ് ആണെങ്കിൽ വണ്ടി ഓടിച്ച് പഠിപ്പിക്കുന്ന നിധിക്ക് എത്ര അങ്ങോട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ആ സമയത്ത് നമ്മളെ സുധീഷ് ആണെങ്കിൽ അങ്ങോട്ട് ഗ്രൗണ്ടിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സുധീഷ് ചോദിക്കുന്നുണ്ട് എടാ ഇങ്ങനെയാണോടാ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നത്, ആദ്യം നമ്മളെ വണ്ടി എന്താണെന്നും അതിൻ്റെ ക്ലച്ചും ഇയറും എല്ലാം നമ്മൾ പഠിപ്പിച്ച് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുക്കണ്ടേന്നൊക്കെ നമ്മൾ സുധീഷ് ആണെങ്കിൽ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നികേഷ് ചോദിക്കുന്നുണ്ട് സുധീഷ് ഏട്ടൻ ഇത്ര നല്ലപോലെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഏട്ടത്തി എന്നെ കൊണ്ടുവന്നതെന്നൊക്കെ നമ്മളെ നികേഷ് ചോദിക്കുന്നുണ്ട്. നമ്മളെ നിധിയിട്ടാണെങ്കിൽ സുധീഷ് പറയുന്നുണ്ട് നിധി എന്തായാലും കയറി ഇരിക്കും, ഞാൻ ഓട്ടിച്ച് പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധിയുടെ ബാക്കിൽ നമ്മൾ സുധീഷ് ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇത് ക്ലച്ച്, ഇത് ഗിയർ, ഇത് ബ്രേക്ക്, അങ്ങനെയൊക്കെ നമ്മൾ നിധിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിധിക്കാണെങ്കിൽ അതൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മൾ സുധീഷ് ചോദിക്കുന്നുണ്ട് തനിക്ക് മനസ്സിലാവുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ നിധി അങ്ങോട്ട് അത്ര താഴാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അപ്പം നിധി പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷ് ആണെങ്കിൽ ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് എന്നാൽ താനാണെങ്കിൽ വണ്ടി ഓടിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിധിയും വണ്ടി എല്ലാം കൂടെ ചെന്ന് മറിഞ്ഞടിച്ച് അങ്ങ് വീഴുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധിയുടെ കൈയൊക്കെ ഒടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവരെ സ്നേഹം ഇഷ്ടപ്പെടാത്ത നമ്മളെ കഥയിലൊരു വില്ലൻ എന്ന് പറയുന്ന കണക്ക് നമ്മളെ നിധിയുടെയും സുധീഷിൻ്റെയും സ്നേഹം ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട് കേട്ടോ. നമ്മൾ നിധിയുടെ ഓഫീസിലെ ആ മാനേജർ സിദ്ധാർത്ഥ്. അങ്ങനെ നമ്മൾ സിദ്ധാർത്ഥിനാണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ നമ്മളെ നിധിയെ വിളിക്കാൻ വേണ്ടി വരുന്നതും അതുപോലെ നമ്മൾ നിധിയും സുധീഷും കൂടെ കൂടുതൽ സംസാരിക്കുന്നതും സിദ്ധാർത്ഥനാണെങ്കിൽ അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഓഫീസിൽ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്ന നിധി ഇതെനിക്ക് കസിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നത് നിനക്ക് നമ്മളെ സുധീഷാണെങ്കിൽ നിധിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ കസിന് എന്തിനാ ഇത്രയും അധികാരം നിധിയുടെ ഓരോ കാര്യത്തിൽ എടുക്കുന്ന എന്തിനാന്നൊക്കെയാണ് നമ്മൾ സിദ്ധാർത്ഥന് സംശയം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ദിവസം നമ്മളെ സിദ്ധാർത്ഥാണെങ്കിൽ നമ്മളെ നിധിയുടെ കൂടെ കിളിക്കൂട് വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നിധിക്ക് അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് എന്താ ബന്ധം എന്നൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ നമ്മൾ സിദ്ധാർത്ഥ് വരെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരത്തെ എല്ലാവരൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സിദ്ധാർത്ഥിന് മനസ്സിലാവുന്നുണ്ട് അവരൊക്കെ നമ്മളെ നിധിയുടെ കസിൻസൊക്കെ ആണെന്നൊക്കെ ഉള്ള ഒരു കാര്യമൊക്കെ മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നിധിക്കാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഇഷ്ടമോ അടുപ്പമൊന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ സുധീഷിനാണെങ്കിൽ ഒരു വൈഫ് എന്നുള്ളൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ നമ്മുടെ നിധിക്ക് തിരിച്ച് അതുപോലെ ഇല്ലല്ലോ. സിദ്ധാർത്ഥിന് സമാധാനമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക്. പക്ഷെ എന്നാലും ഉള്ളിലൊരു ചെറിയൊരു ഈഗോ പ്രോബ്ലം അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ സുധീഷും നിധിയും തമ്മിലൊക്കെ സംസാരിക്കുന്നതിലൊക്കെ. പിന്നെ ആണെങ്കിൽ ഇനി നമ്മൾ സുധീഷ് നമ്മളെ നിധിയെ വണ്ടി ഓടിച്ച് പഠിപ്പിക്കുന്നതൊക്കെയാണ് ഇനി ഒരു 3-4 എപ്പിസോഡൊക്കെ ആയിട്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.